ഭരണഘടനാ ദിവസമാണ്. ഒരു വ്യക്തിയും നമ്മുടെ നിയമത്തിന് അതീതമല്ല. ഇന്നാണ് നമ്മുടെ ഭരണഘടന ആദ്യമായിട്ട് നവംബർ 26 ഇത് നമ്മൾ ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ അദ്ദേഹം അതിനകത്ത് അവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൊഴി എടുത്തിരിക്കുന്നു. കാര്യം അദ്ദേഹം നിയമത്തിന് അതീതനല്ല. തന്ത്രി എന്ന് പറഞ്ഞാൽ ദൈവതുല്യൻ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ തന്നെയല്ല, അദ്ദേഹം നിയമത്തിന് അതീതനാണ്. ഇതിനൊക്കെ അദ്ദേഹം ഉത്തരം പറയേണ്ടതാണ്. അതിനകത്ത് തെറ്റുകാരനോ അല്ലെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അദ്ദേഹം ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. ഈ വക കാര്യങ്ങളിനകത്ത് അവിടെ അദ്ദേഹത്തിന്റെ അണ്ടറിൽ ഇത്രയും അദ്ദേഹത്തിന്റെ തന്ത്രത്തിലുള്ള അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്ന ഒരുപക്ഷെ മേൽശാന്തി പോലും ആകാം. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ മേൽശാന്തി ആയിരുന്നാനെ. നമ്മൾ അത്രയ്ക്ക് ഒരു പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. എന്തോ അയ്യപ്പന്റെ കാരുണ്യം കൊണ്ടാണ് അയാൾ ആകാതെ പോയത്. അയാളൊക്കെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കാമായിരുന്നു സ്ഥിതി? ഇത്രത്തോളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ 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 ഇതായിട്ടുള്ള കാര്യമുണ്ട്. ഈ കെയ്റോയിലോട്ടുള്ള പോക്കും ഈജിപ്തിലോട്ടുള്ള പോക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമാണോ? രാഹുൽ ജയനെ നിസ്സാരമായിട്ടാണോ കാണുന്നത്? 1922 ഇന്നത്തെ ദിവസം നവംബർ 26 ഈജിപ്തിലത്തെ കണ്ടെത്തിയത്. സാധാരണക്കാരനായ ഒരു സാധു ബ്രാഹ്മണ പൂജാരിയാണ്. തന്ത്രി അങ്ങ് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ. നീ ഉണ്ണികൃഷ്ണൻ ഈജിപ്തിലേക്കോ കൈറോയിലേക്കോ പോയാൽ തന്ത്രി എങ്ങനെ അറിയാനാണ്? തന്ത്രിക്ക് ഇതൊക്കെ അറിയാൻ എന്തെങ്കിലും മെക്കാനിസം ഉണ്ടോ? തന്ത്രിക്ക് ബേസിക്കലി എവിടെ പൂജ, ഞാൻ പറഞ്ഞോട്ടെ. ഇല്ല, ഈ ഒരു പൂജയ്ക്ക് കൊണ്ടുപോയി ഇവരിപ്പോൾ 5, 10, 15 ലക്ഷം രൂപ ഇവരെ കൊടുക്കുവാണ്. എനിക്ക് എന്തിനാണ് ഇത്രയും പൈസ തരുന്നത് താങ്കൾ എന്ന് പറയേണ്ട ഒരു നമുക്കൊരു ബോധ്യം വരണ്ടേ? ഇപ്പൊ അദ്ദേഹം ഒരു പൂജയ്ക്ക് കൊണ്ടുപോയി 15 ലക്ഷം രൂപ അദ്ദേഹത്തിനോട് കൊടുത്തു. അദ്ദേഹം അപ്പോൾ വിചാരിക്കണ്ടേ ഈ 15 ലക്ഷം രൂപ എനിക്ക് തന്ന എന്തിനാ? ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ടാത്ത രീതിയിലുള്ള ഒരു പണം എൻ്റെ കയ്യിലിട്ട് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടു തരുമ്പോൾ ഞാൻ എന്തിനാണത് മേടിക്കുന്നത്? അല്ലെ എൻ്റെ ഒരു ദിവസത്തെ പൂജയ്ക്ക് 1 ലക്ഷമേ ഉള്ളൂ, അല്ലെ 5 ലക്ഷമേ ഉള്ളൂ, അതെനിക്ക് കിട്ടിയാൽ മതി. ആ 15 എന്തിനാ എനിക്ക് എന്ന് ചോദിക്കണ്ടേ? കാര്യം ഈ തന്ത്രി അദ്ദേഹത്തിനെ വെച്ചോണ്ട് അദ്ദേഹത്തെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഗെയിമുകളെല്ലാം നടന്നിരിക്കുന്നത്. അതല്ലെന്ന് താങ്കൾക്ക് പറയാൻ പറ്റൂ? കാര്യം അത് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഉത്തരവാദിത്വം ശബരിമല പോലത്തെ ഒരു മഹാക്ഷേത്രത്തിന്റെ എത്രയോ വിശ്വാസികളുടെ ആ ഒരു മനസ്സിന്റെ ഏറ്റവും വലിയ ദൈവതുല്യനായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നത്. ശബരിമല തൊഴുന്ന അതേ കൈയോടെ തന്നെയാണ് ഈ തന്ത്രിയുടെ മേൽശാന്തിയുടെയും മുമ്പിൽ പോയി തൊഴുന്നത്, അവരുടെ റൂമുകളിൽ പോയി തൊഴുന്നത്. അയ്യപ്പന്റെ പ്രസാദം ഒരു വരി കൂടെ പറഞ്ഞോട്ടെ. ശ്യാമരാജ് ഒന്നും സംസാരിച്ചിട്ടുണ്ട്. ഒരു വരി മാത്രം ശ്യാമരാജ് ഒന്നും സംസാരിച്ചില്ല. അദ്ദേഹത്തിലേക്ക് ഒരു വരി മാത്രം പറഞ്ഞോട്ടെ. യഥാർത്ഥത്തിൽ നമ്മുടെ കേസ് എന്താ? ജൂലൈ 19 ജൂലൈ 20 ശബരിമലയെന്ന് സ്വർണം പതിച്ച ചെമ്പുപാളികൾ എടുത്ത് കൊണ്ടുപോയി വ്യാജമായി ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്നു. ഇതിന് തന്ത്രിയോ മേൽശാന്തിയോ അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവരോ എങ്ങനെ ഉത്തരവാദികളാണ്? എടുത്തോണ്ട് പോയാൽ അയാളെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്താൽ അവരുമായി തെളിവോ സാമ്പത്തിക ഇടപാടോ ഉള്ള ഒരാൾ ഇങ്ങനെയല്ലേ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും? അതായത് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടാണെങ്കിൽ അത് എടുത്തുകൊണ്ട് മല ഇറങ്ങി പുറത്തു പോകാൻ പറ്റില്ലല്ലോ രാഹുൽ ഈശ്വർ. തന്ത്രിക്ക് അതറിയില്ലേ? അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടോ? 39 ദിവസമായിട്ട് ദേവന്റെ മുന്നിൽ അത് ഈ സ്വർണ്ണപ്പാടുകൾ ഇല്ല എന്നതിൽ ഒരു ആകാംക്ഷയോ ആശങ്കയോ തന്ത്രി പ്രകടിപ്പിച്ചിട്ടുണ്ടോ? എടുത്തോണ്ട് പോയി എന്ന് ദേവസ്വം ബോർഡ് പറയുകയല്ലേ. പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലല്ലോ, പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമം അറിയാത്ത ആളാണോ തന്ത്രി? ഇപ്പൊ താങ്കൾ പറഞ്ഞു ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലാണ് തന്ത്രിയുടെ അവസാന വാക്ക്. ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ലേ ഇത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. ഒരു കള്ളത്തരവും നടന്നില്ലെന്ന് വിചാരിക്കുക. കൊണ്ടുപോയത് അതേപോലെ സ്വർണം തിരിച്ചു കൊണ്ടുപോകുന്നു. 39 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ആര് ശ്രദ്ധിക്കാൻ പോണു? യഥാർത്ഥത്തിൽ ഇതെല്ലാം പ്രധാനമാകുന്നത് എന്തുകൊണ്ടാണ്? അതിനുശേഷം കൊള്ള നടന്നു എന്നുള്ള ഹൈക്കോടതി പറയുകയാണ്. അങ്ങനെയാണ് വളരെ ലളിതമായ ഒരു കാര്യം. അറിയാൻ പറ്റും ഇത് സ്വർണം പൂശാൻ ദേവന്റെ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന വിവരം തന്ത്രിക്ക് അറിയില്ല. അത്രയും നിഷ്കളങ്കമായിരുന്നു അദ്ദേഹം അവിടെ നിന്നത് എന്നാണോ താങ്കൾ കരുതുന്നത്? തന്ത്രിയുടെ ഡൊമൈനല്ല. ഇനി എനിക്ക് ഡൊമൈനല്ല ഞാൻ ചോദിക്കുന്നത്. അയ്യപ്പൻ ഇതൊന്നും അറിയാത്ത എന്താന്ന് ചോദിക്കുന്നത്? അല്ല, അപ്പൊ തന്ത്രിയുടെ ഡൊമൈൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത് കേട്ട് ഇക്കാര്യത്തിന് അനുമതി നൽകിയത് എങ്ങനെയാണ്? തന്ത്രിയുടെ ഡൊമൈൻ അല്ലെങ്കിൽ അല്ല, ഉദ്യോഗസ്ഥർ തന്ത്രിയോട് വന്ന് നേരത്തെ പറഞ്ഞ അനുജ്ഞ ചോദിച്ചു. തന്ത്രി എന്നെ സംബന്ധിച്ചു. തന്ത്രിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇത് തന്ത്രിയുടെ ഡൊമൈൻ അല്ല സാർ. അതായത് അവിടെ നടക്കുന്ന മരാമത്ത് പണികളും ബാക്കി കാര്യങ്ങളും തന്ത്രിയുടെ ഡൊമൈൻ അല്ല. ശ്രീകോവിലിനുള്ളിലെ പൂജ, ആചാരം, അനുഷ്ഠാനം, ഇത്ര കാര്യങ്ങൾ മാത്രമാണ് തന്ത്രിക്കുള്ളത്. ശബരിമല മാത്രമല്ല, എല്ലാ അമ്പലത്തിലും. ഞാൻ പറയുന്നത് ശബരിമലയ്ക്ക് പുറത്ത് സ്വർണം പൂശാൻ കൊണ്ടുപോകാൻ പാടില്ല എന്നറിയാവുന്ന തന്ത്രി അതാണ് അദ്ദേഹത്തിന് അറിയില്ലേ? അതിന്റെ പേരിൽ അദ്ദേഹം ദക്ഷിണ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. എവിടെ ദക്ഷിണ കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹം ദക്ഷിണ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കൊണ്ടുപോകുന്നതിന് എന്ത് ദക്ഷിണയാണ് കിട്ടുന്നത്? ശബരിമലയിൽ എടുത്തോണ്ട് പോകുന്നതിന് എന്ത് ദക്ഷിണ കിട്ടാനാ?
ശബരിമലയെന്ന് അങ്ങ് മഹേഷ് സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, അതാ ശബരിമലയെന്ന് പറഞ്ഞേ. ഞാൻ ഇവര് ഈ വാതിൽപ്പാളികളോ അല്ലെങ്കിൽ ദ്വാരപാലകർ ആര് ദക്ഷിണ തരാനാ? കൊള്ളക്കാർ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞില്ല. ഇത് അദ്ദേഹം അറിഞ്ഞില്ല. അവര് മോട്ടിക്കാനാണല്ലോ, അവര് പൈസ ഉണ്ടാക്കാനാണല്ലോ ഇത് കൊണ്ടുപോയത്. അത് കൊണ്ടുപോയപ്പം അവര് തന്ത്രിക്ക് ഒരു ദക്ഷിണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര ആയാലും ജയറാം പറയുന്ന പോലെ 200 രൂപ ആ ദക്ഷിണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റല്ലേ? 1 രൂപ പോയെങ്കിലും മേടിച്ചു. നിയമത്തിന്റെ മുമ്പിൽ പറയുന്നില്ലല്ലോ. മന്ത്രിയായാലും മഹേഷിയുടെ ഉള്ളിലെ ഭക്തൻ പറയുന്നതായിരിക്കും ആ വികാരം ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ നമ്മുടെ ലഭ്യമായ വിവരങ്ങളില്ലല്ലോ. നമ്മുടെ ലഭ്യമായ വിവരമല്ല. തന്ത്രിക്ക് 1 രൂപയെങ്കിലും ദക്ഷിണ കൊടുത്തു. ഇന്നിപ്പോ SITയുടെ മുമ്പിൽ ചോദ്യപ്പെടിക്കപ്പെട്ടല്ലോ അവര്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് മൊഴി എടുക്കാൻ വരുന്നതാണ്. ശരി, അല്ല അതുകൊണ്ട് ഏതായാലും പ്രാഥമികമായ മൊഴിയെടുക്കൽ എന്ന് പറഞ്ഞാൽ രാഹുൽ, ഇത് പ്രാഥമികമായ വിവരശേഖരണമാണ്. രാഹുൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് ചെന്നിട്ട് അവിടെ അദ്ദേഹത്തിന് ഒരു മൊഴി എടുത്തെങ്കിൽ എന്തേലും രാഹുൽ, ഇത് പ്രാഥമികമായ SIT നടത്തിയിരിക്കുന്നത് പ്രാഥമികമായ വിവരശേഖരണമാണ്. കാരണം ഇവർക്കൊക്കെയുള്ള ബന്ധം എന്താണ്, അതേപോലെ തന്നെ ബംഗളൂരുവിൽ ഈ പൂജയ്ക്ക് പോയത് എന്തുകൊണ്ടാണ്, എന്താണ് ഇത് ഈ കാര്യത്തിൽ ഇവർക്ക് പറയാനുള്ളത്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാഥമികമായ വിവരശേഖരണമാണ്. അതിന്റെ അർത്ഥം ഇതിനകത്ത് ഇവർക്കൊന്നും യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് ഇവരെ നിഷ്കളങ്കമായി മാറ്റി നിർത്തി എന്നും നമുക്ക് ഉണ്ടെന്നോ ഇല്ലെന്നോ അല്ല, ഞാൻ സമ്മതിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.